ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നത്. ആക്ച്വലി ഞാൻ എമർജൻസി ആയിട്ടൊന്ന് നാട്ടിൽ പോയിരിക്കുമായിരുന്നു. ഞാൻ അത്യാവശ്യം എന്താ പറയുന്നത്, നന്നായിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ട് അത്യാവശ്യം എല്ലാ ദിവസവും തന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഞാൻ ബ്രേക്ക് എടുത്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് നാട്ടിൽ പോകേണ്ടി വന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ UAE-ലാണ്. പക്ഷേ അതായത് ജൂലൈ 2-ാം തീയതി ഉച്ചയായപ്പം എൻ്റെ പപ്പ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു. അപ്പം എമർജൻസി ആയിട്ട് ഞങ്ങളെല്ലാവരും നാട്ടിൽ പോയി പപ്പയുടെ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളോടൊന്ന് ഇൻഫോം ചെയ്യാനോ ഒന്നും പറ്റിയില്ല. വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഞാൻ തിരിച്ചെത്തി, UAE തിരിച്ചെത്തി, 24-ാം തീയതി തിരിച്ചെത്തി. അതായത് പക്ഷേ വന്നതിന് ശേഷവും ആ ഒരു വലിയ ഷോക്കിൽ നിന്നൊന്നും നമ്മൾ പുറത്തേക്ക് വന്നില്ല. കാരണം പപ്പ വയ്യാതെ കിടന്ന ഒരാളല്ല, പെട്ടെന്ന് മരിച്ചതാണ്. അതായത് ഭയങ്കര സിവിയർ ആയിട്ടൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അപ്പം ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് വീഡിയോ എടുക്കുന്നത് കാറിലിരുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു യാത്രയാണുള്ളത് കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ ഒരു സുഹൃത്തിന് വയ്യാതിരിക്കുക. അതായത് ഇച്ചുവിൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒന്ന് വീണ് കാലൊടിഞ്ഞിരിക്കുക കേട്ടോ. ഒരു ചേട്ടായിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഞങ്ങളൊരു യാത്രയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാം. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഞങ്ങളുടെ ഫുജൈറ ടു ദുബായ് ഇന്ന് യാത്രയാണ്. അപ്പം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒട്ടും എന്താ പറയുക, പപ്പയ്ക്ക് ആക്ച്വലി സ്റ്റെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെൻഡൊക്കെ ഇട്ടിരുന്ന ആളാണ് പപ്പ. പക്ഷേ പെട്ടെന്നാണ് പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പപ്പ ലഞ്ചൊക്കെ കഴിച്ചിട്ട് മമ്മീനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ജസ്റ്റ് ഒരു ഉച്ച വിശ്രമത്തിന് കയറിയതാണ്. ആ സമയത്താണ് പപ്പ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന്, അതായത് ഹോസ്പിറ്റലിൽ എത്തിയപ്പം മരണം സ്ഥിരീകരിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഞങ്ങൾ ആ സെയിം ഡേ തന്നെ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് കേട്ടോ. അതായത് ഞങ്ങൾ 5 പേരും കൂടെ. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 2-ാം തീയതി പപ്പ മരിക്കുന്നു. ജൂലൈ 3-ാം തീയതി എൻ്റെ ഏറ്റവും ഉള്ള മോനെ ഹേവലൂട്ടിന് 2 വയസ്സ് കറക്റ്റ്. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 3. പക്ഷെ പപ്പ ജൂലൈ 2-ാം തീയതി മരിച്ചുപോയി. പിന്നെ ഞങ്ങളത് നോക്കിയില്ല, വേഗം തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോയി. പക്ഷെ കുറേ ആൾക്കാരോട് എനിക്ക് നല്ലപോലെ നന്ദി പറയണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായ ഒരു യാത്രയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത് ഫുജൈറ ടു കണ്ണൂരാണ്. അപ്പോൾ ഈ 3 മക്കളെയും കൊണ്ട് നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് നമുക്ക് ബൈ ട്രെയിനാണ് ഞങ്ങൾ കോട്ടയത്തേക്ക് പോയത്. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു എന്താ പറയുന്നത്, നമുക്ക് ടാക്സി എടുത്തിട്ട് പോകാമെന്ന്. സോറി, എൻ്റെ കയ്യിൽ ഷെയ്ഡ് വന്നല്ലേ, സോറിയേ, ഈ വണ്ടി ഇങ്ങനെ മൂവ് ആവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു നമുക്ക് കോട്ടയത്തേക്ക് നമ്മുടെ ഇതിൽ പോകാം, എന്താന്ന് പറയുന്നത്, കാറിൽ പോകാമെന്ന് വിചാരിച്ചപ്പം ഒരു 15 മണിക്കൂറാണ് അവർ റണ്ണിങ് ടൈം പറഞ്ഞത്. അതുപോലെ തന്നെ അന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ യെല്ലോ അലേർട്ടായിരുന്നു. അപ്പം കുറച്ചും കൂടെ ടൈം കൂടുതൽ ഓടേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ട്രെയിൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ എയർപോർട്ട് ടാക്സി എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ വെച്ചിട്ട് നമുക്ക് റിസർവേഷൻ്റെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ലോക്കലിൽ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു എക്സ്പ്രസ് കിട്ടി ഞങ്ങൾക്ക് ഷൊർണൂരേക്ക്. പക്ഷേ അതിൽ കുറേ നല്ല യാത്രക്കാർ, ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷൊർണൂർ വന്നിറങ്ങുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്തിറക്കാനും നമ്മുടെ ലഗേജ് ഇറക്കാനും ഒക്കെ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് സത്യത്തിൽ അവരുടെ പേരൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ പോയ സിറ്റുവേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. നമ്മളെ കുറച്ച് ആൾക്കാർ വന്ന്, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഗ്രേറ്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ മലയാളികൾക്കിടയ്ക്കുള്ള ഒരു വലിയൊരു ഗുണമായിട്ട് ഞാൻ അതിനെ കാണുക. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി വന്നില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ആദ്യം വറീഡായിരുന്നു, ഞാൻ ഹസ്ബൻഡും ഒക്കെ. നമ്മൾ മക്കളെ എങ്ങനെ പെട്ടെന്ന്, അതായത് വളരെ ലിമിറ്റഡ് ടൈമിലാണ് നമ്മൾ, അതായത് ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ഉള്ളൂ. അപ്പം അതിനുശേഷം നമ്മൾ കുട്ടികളെ എടുത്തുകൊണ്ട് വേണം ഇറങ്ങാൻ, നമ്മുടെ ലഗേജ് എടുത്തിട്ട് വേണം ഇറങ്ങാൻ. അപ്പം നമ്മൾ വലിയൊരു എന്താ പറയുക, വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ വന്നിട്ട് നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഷൊർണൂർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇക്കയാണെങ്കിൽ പാവം എവിടെയൊക്കെയോ പോയതാണ്. ആ ആള് ട്രെയിൻ പോകുമ്പോൾ ഓടി കയറായിരുന്നു. കാരണം അത്രയും സമയം നമ്മളെ സഹായിക്കാൻ വേണ്ടി ആ ആൾ അവിടെ നിന്നു. അപ്പോൾ പിന്നെ ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു ട്രെയിൻ കിട്ടി ടു കോട്ടയം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ 4 മണിയായപ്പം എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ രാവിലെ 9
3:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇറങ്ങി. അതിനുശേഷം നമ്മൾ ട്രെയിനിന് ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്ന് കോട്ടയം എത്തി. അതായത് രാത്രി 12 മണിയാകുമ്പോൾ, വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ കുജേരയിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ട് രാത്രി 12 മണിയായപ്പോഴാണ് ഞങ്ങൾ കോട്ടയം എത്തുന്നത്. അതിനുശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ടിജോയുടെ വീട്ടിലേക്ക് പോയി. അപ്പം അപ്പോഴാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, മക്കൾക്കാണെങ്കിലും ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല, എല്ലാം ഇങ്ങനെ ചടപടയെന്നായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോടൊന്ന് വീഡിയോയിൽ പറയാനോ ഒന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇതിൽ നിന്നൊന്നും പൂർണ്ണമായിട്ട് പുറത്തേക്ക് വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ പറയണം എന്ന് എനിക്ക് തോന്നി. എന്തിനാണ് ഞാൻ എമർജൻസി ആയിട്ട് നാട്ടിൽ പോയത്, എന്താണ് പെട്ടെന്ന് വീഡിയോസൊക്കെ സ്റ്റോപ്പായത്. എനിക്ക് കുറേ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരൊക്കെ എൻ്റെ ഷോർട്സിൻ്റെ ഒക്കെ, പഴയ ഷോർട്സിൻ്റെയും പുതിയ ഷോർട്ട് വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടു, ലീന എന്താണ് ലൈവ് വരാത്തത്, അല്ലെങ്കിൽ ലീന എന്താണ് വീഡിയോ ഇടാത്തത്, ലീന ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും സ്നേഹത്തിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സ്നേഹം ഉണ്ടാകണം. അപ്പം ഇതായിരുന്നു കേട്ടോ ഞാൻ എമർജൻസി ആയിട്ട് നാട്ടിൽ പോയത്. അപ്പം എനിക്ക് ഇങ്ങനെ ഞങ്ങൾ പപ്പ 2-ാം തീയതി മരിച്ചു. അതിനുശേഷം ഞങ്ങൾ 2-ാം തീയതി വെളുപ്പിന് തന്നെ ഇവിടുന്ന് പോയി. 3-ാം തീയതി കഴിഞ്ഞ് 3-ാം തീയതി ഞങ്ങൾ വീട്ടിലെത്തി. 4-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതിയാണ് പപ്പയുടെ ഫ്യൂണറൽ നടത്തിയത്. കാരണം എൻ്റെ ചേച്ചി UK നിന്ന് വരണമായിരുന്നു, ചേച്ചി ഫാമിലിയൊക്കെ UK നിന്ന് വരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ 5-ാം തീയതിയാണ് ഫ്യൂണറൽ നടത്തിയത്. അതിനുശേഷം ഞങ്ങൾ ഈ മാസം തന്നെ ഇങ്ങനെ തിരിച്ചു പോകുന്നു. പിന്നെ എൻ്റെ നല്ലവരായ നാട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 3 പെൺമക്കളും ഇല്ലാത്ത സമയത്ത് പപ്പായ്ക്ക് വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തതും ഓടി നടന്നതും പപ്പായെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാം. അപ്പോൾ മമ്മിക്കാണെങ്കിലും ഇപ്പോൾ നല്ലൊരു സപ്പോർട്ടായിട്ട് അവർ അയൽവക്കത്തുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. കാരണം വെച്ചാൽ നമ്മളെ അങ്ങനെ കരുതുന്നുണ്ടല്ലോ ആൾക്കാർ. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണുക. അപ്പം കുറേ നല്ല മനുഷ്യരുണ്ട് കേട്ടോ. അത് നമുക്ക് മനസ്സിലാക്കണം. ഈ ലോകത്ത് എന്താ പറയുന്നത്, തിന്മ ചെയ്യുന്നവരും ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി നന്മ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് ഈ ഒരു പപ്പായുടെ മരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഒത്തിരി നല്ല മനുഷ്യർ, എന്താ പറയുന്നത്, ഞങ്ങളുടെ അയൽവക്കക്കാർ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ എന്താ പറയുക, ഞങ്ങൾ കണ്ടുമുട്ടിയ ഞങ്ങൾ യാതൊരു പരിചയമില്ലാത്ത കുറേ ആൾക്കാർ, എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനിടയ്ക്ക് വിട്ടുപോയായിരുന്നു. കാറിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അപ്പുറത്തിരുന്നൊക്കെ വർത്താനമൊക്കെ പറയുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. ഇനി പപ്പ ഇല്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമാണ്. പിന്നെ മമ്മിയുടെ കൂടുതൽ ഇപ്പോൾ ഒരു ചേച്ചിയുണ്ട്. അപ്പം എല്ലാ ദിവസവും നമ്മൾ വിളിക്കുന്നുണ്ട്. മമ്മി ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്താണ് പപ്പ പോയിൻ്റെ ഒരു സങ്കടം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു ദിവസം പോലും ദൈവം പപ്പായെ കിടത്താതെ അങ്ങ് വിളിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അതും ഒരു ആശ്വാസമാണ്. കാരണം ഒരുപാട് വേദനകളുണ്ടായിരുന്നു പപ്പായ്ക്ക് സ്ട്രോക്ക് വന്നതാണ്, 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. എനിക്ക് തോന്നുന്നു പപ്പയുടെ 4ാമത്തെ അറ്റാക്ക്, അതായത് ആദ്യം 2 അറ്റാക്ക് വന്നിട്ടും നമ്മൾ അറിഞ്ഞില്ല. പപ്പ അതായത് വളരെ മൈനറായിട്ട് വന്ന അറ്റാക്കുകളായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ 3ാമത് വന്ന അറ്റാക്കിലാണ് പപ്പയ്ക്ക് ഒരു 3 സ്റ്റെൻറ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4ാമത് വന്ന അറ്റാക്കിൽ പപ്പ മരണപ്പെട്ടു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും റൊട്ടീനായിട്ട് ചെക്കപ്പൊക്കെ ചെയ്യണം. നമ്മുടെ ആരോഗ്യമൊന്നും എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യരുത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പപ്പ മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്തിരുന്നു. പപ്പയുടെ ആ ഒരു എന്താ പറയുന്നത്, ദൈവം വിളിക്കേണ്ട സമയമായി പോയി. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാത്ത ഒരാളല്ല, മെഡിസിൻ എടുക്കാത്ത ഒരാളല്ല. പക്ഷേ എന്താ പറയുക, ഒരു സിവിയറായിട്ടൊരു അറ്റാക്ക് വന്നു. പപ്പ സഡനായിട്ട് പപ്പ മരിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇനി തുടർന്ന് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പം കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്താ പറയുന്നത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി അടുത്ത പുതിയ വീഡിയോസുമായിട്ട് ലൈവൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ അപ്ഡേറ്റ്സ്. അപ്പം see you all, take care then, bye bye, see you with another good video, bye bye, take care all.